മനുഷ്യ മതിൽ ഒരു തട്ടിപ്പാണ്. 9 വർഷം പിണറായി വിജയൻ കേരളം ഭരിച്ചു. എന്തുകൊണ്ട് ലഹരി മാഫിയയുടെ വേറെ അറുത്തില്ല? ഇപ്പോഴാണോ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത് കേരളത്തിൽ ലഹരി ഉണ്ടെന്ന്? എല്ലാ ലഹരി മാഫിയകളെയും പ്രോത്സാഹിപ്പിച്ചു. ബാറുകൾ നിരന്തരം കൊടുക്കുന്നു, ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കുന്നു. എന്നിട്ട് ലഹരിക്കെതിരെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ കൊണ്ട് മനുഷ്യമതിൽ നടത്തിക്കുകയാണ്. ഇവർ കുറെ കാലമായി സെക്രട്ടേറിയറ്റ് ജീവനക്കാർ സമരം ചെയ്തിട്ട്, അതുകൊണ്ട് അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ അണിനിരക്കുകയാണ്. ഇത് ഒരാത്മാർത്ഥതയും സർക്കാരിനില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ ഗവൺമെന്റിന്റെ ഈ നടപടി ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. 9 വർഷമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഉറങ്ങുകയായിരുന്നു. ഇവിടെ ലഹരി വ്യാപിച്ചിട്ട് എന്ത് ചെയ്തു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം മുഖ്യമന്ത്രി പറയണം. അല്ല, ക്ലിഫ് ഹൗസിലാണ് നടത്തേണ്ടത്. ഇത് നടത്തേണ്ടത് ക്ലിഫ് ഹൗസിലാണ്. കാരണം ഈ 9 വർഷം കേരളം ഭരിച്ചിട്ട് ലഹരി മാഫിയയുടെ വിയറിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ മതിൽ എവിടെയാ പിടിക്കേണ്ടത്? പിന്നെ മാത്രമല്ല, 24 മണിക്കൂർ കൊണ്ട് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ മാഫിയയുടെ വേറെ ഇറക്കാൻ കഴിയും. ഞങ്ങളത് തെളിയിച്ചിട്ടുള്ളതാണ്.